നൂലിനെ കൊണ്ട് ചെയ്തെടുത്തൊരു സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. അത് നോക്കാം എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത്. ഈ ലൈറ്റ് പിങ്ക് കളറുണ്ട് ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടി ആദ്യം ചെയിനിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നെക്കിൽ ഞാൻ 150 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 150 ചെയിൻ ഇട്ട് വയ്ക്കാൻ. ഇതാ 150 ചെയിൻ ഇട്ട് വെച്ച് ഞാൻ ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ഓരോന്നിനുള്ള കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവന്നു. ഇനി അടുത്ത് ചെയ്യുന്ന ഇതിൻ്റെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ 3 ചെയിനിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് മൂന്ന് ചെയിനായില്ല, 3 ഡബിൾ ക്രോഷ്യ. നാലാമത്തേൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. എന്നാലേ ഇതാവുള്ളൂ, റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ആയിപ്പോവും. അതിനെക്കൊണ്ട് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ക്രോഷ്യ ചെയ്ത് പിന്നെ നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നല്ല റൗണ്ട് ഷേപ്പ് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. അപ്പോൾ അതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ വന്നുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം അവിടെ 3 ചെയിനുണ്ട്, 1 ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിനുണ്ട്. 2 ചെയിൻ ഇട്ടിട്ട് ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഇതേമാതിരി ഒരു ബോക്സ് ഉണ്ടാക്കി പിന്നെ വീണ്ടും 2 ചെയിനിടുക. ഈ ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിനുണ്ട്, ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ബോക്സ് ഉണ്ടാക്കി ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ അതേമാതിരി ഞാൻ ഓരോ ഇതുണ്ടാക്കിയെടുത്തു, ബോക്സ് ഉണ്ടാക്കിയെടുത്തു, ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുത്തു. അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ
ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇനി അടുത്ത ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ, രണ്ട് ഡബിൾ, 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ അതാ ഈ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് വെച്ച് ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് അപ്പോൾ ഇവിടെ 4 ഡബിൾ ക്രോഷ്യ ഉണ്ട്. പിന്നെ വീണ്ടും 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതാ ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതേമാതിരി തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഈ ബോക്സിൻ്റെ അകത്തുനിന്ന് 2 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും ഈ ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇങ്ങനെ വന്നു. ഇനി 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഈ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ നിന്ന് ചെയ്തെടുക്കുക. ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ നിന്ന് ഫുള്ളായിട്ട് ചെയ്ത് ഇവിടെ അങ്ങനെ ഒഴിവാക്കണം. ഇങ്ങനെ ഒരു ഇത് വന്ന് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതുവരെ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ നെക്ക് ഇതുവരെ ഇതേമാതിരി ഞാൻ കാണാനായിട്ട് ഇതുവരെ ഞാൻ ചെയ്തെടുക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ വേറെ കളർ നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ചുവപ്പ് കളറുടെ നൂല് ഉപയോഗിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതെങ്ങനെ ചെയ്യാനാണ് ഇതവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സിൽ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഡബിൾ ക്രോഷ്യ ഞാൻ ഒരു 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 വേണ്ട, 3 ചെയ്താൽ ക്രോഷ്യ ചെയ്ത് 2 ചെയിനിടുക. പിന്നെ വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്തെടുക്കുക അടുപ്പിച്ചിട്ട്. എന്തെല്ലാം ചെയ്യട്ടോ, സോറി. എന്നാലും അത് ശരിയാവും. അങ്ങനെ നീട്ടി വെച്ചിട്ട് ഇവിടെ അപ്പോൾ 3 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഒന്നും കൂടെ ചെയ്തെടുക്കുക. ചെയ്തെടുത്ത് 4 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ചെയിൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. എന്നാലേ ഇത് റൗണ്ട് ശരിയാവും. അതേമാതിരി 4 ഡബിൾ ക്രോഷ്യ, 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഈ ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അല്ലേ, 3 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി വന്നു. ഇനി അടുത്തതിൻ്റെ മുകളിൽ ചെയിൻ ഒന്നുമിടല്ല, വെറുതെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യകൾ ആദ്യം ചെയ്തെടുക്കുക.
ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇവിടെ ചെയ്ത മാതിരി തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് എന്നിട്ട് 2 ചെയിൻ ഇട്ടിട്ട് വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി കണ്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്ത് അടുത്തതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട് കണ്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുത്ത് കൊണ്ടുവരണം. ഈ നെക്ക് ഡിസൈൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞ നെക്ക് ഡിസൈൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും.